നമുക്കിന്ന് ബീട്രൂട്ട് ലഡു ഉണ്ടാക്കാം കേട്ടോ. ഹെൽത്തി ആയിട്ട് ചിലർ ഉപ്പേരി ഉണ്ടാക്കിയാലും കഴിക്കില്ലേ ബീട്രൂട്ട് കൊണ്ട്. അത് നമുക്ക് ലഡു ഉണ്ടാക്കിയ കുട്ടികൾ കഴിക്കും. നോക്കാം. അതിന് 2 ബീട്രൂട്ട്, അത് നമുക്ക് തോലൊക്കെ എടുത്തിട്ട് കഷ്ണാക്കാം. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് ഇതാ കഷ്ണാക്കിയതാണ്. ഇത് നമുക്ക് മിക്സിയിൽ അടിക്കാം. അപ്പോൾ നമുക്കത് മിക്സിയിൽ ഞാൻ അടിച്ചിട്ടു. ലേശം വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തതാണ്. അത് നമുക്ക് ഒന്ന് അരിക്കാം. നമുക്കിത് അരിക്കാം കേട്ടോ. നമുക്ക് ഗ്യാസ് ഓണാക്കിയിട്ട് നമുക്ക് ചട്ടി വയ്ക്കാം. ചെറിയ തീയിൽ വയ്ക്കാൻ പാടുള്ളൂ. ഇതാ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇടാം. അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി കൂടി മിക്സ് ചെയ്യാം. അണ്ടിപ്പരിപ്പ് കോരിയെടുത്തു. അതിലേക്ക് 2 ഗ്ലാസ് നമുക്ക് റവ ഇടാം. നമുക്കതൊന്ന് വറക്കാം. ചെറുതായിട്ടൊന്ന് ചോർന്നിട്ട് ചോക്കണ വരെ വറക്കണം കേട്ടോ. ഇത് റവ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ട് അരിച്ച് വെച്ചത് നമുക്കിതിൽ ഒഴിക്കാം. നമുക്കിത് ഇങ്ങനെ ആവുന്നവരെ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് ചൂടാറിയിട്ട് നമുക്ക് നോക്കാം. ഇനി വേറെ പണിയുണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ സ്പെഷ്യലായിട്ടൊന്ന് ചേർക്കണം കേട്ടോ. കോറപ്പൊടിയാണ്, 1 ടേബിൾ സ്പൂണാണ് കേട്ടോ. വേണ്ടവർക്ക് മാത്രം ചേർത്താൽ മതി. ഇത് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ചേർക്കുന്നുള്ളൂ. മറന്നു. ഇതാ ഒരു ഗ്ലാസ്സിന് 1/2 പാത്രം നമുക്ക് പാലൊഴിക്കാം ഇതിൽ. എന്നിട്ട് നന്നായിട്ട് ഇളകിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു 3/4 ഗ്ലാസ് പഞ്ചസാര നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പം നമുക്ക് പഞ്ചസാര പൊടിച്ചിട്ടുണ്ട്. നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി പിന്നെ ബദാം വേണ്ടവർക്ക് ചേർക്കാം. ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇടാം. നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് ഓരോന്ന് ഉരുളവറ്റി വെക്കാം. അപ്പോൾ അങ്ങനെ ബീട്രൂട്ട് ലഡു റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടികളങ്ങനെ ബീട്രൂട്ട് ഉപ്പേരി കൂട്ടാത്ത കുട്ടികളുണ്ടാവും, അതും കൂടെ ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.